ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 3-4 ദിവസമായി വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം കണ്ടിരുന്നു. മാത്രമല്ല ഇന്നലെ താരതമ്യേന കുറഞ്ഞ കയറ്റിറക്കങ്ങളെ വിപണിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് വിപണി ഒരു ക്രമപ്പെട്ട ഒരു പ്രതീതി ഇന്നലത്തെ വ്യാപാരത്തിലുണ്ടായിരുന്നു. ഇന്നലെ ആഴ്ചയിലെ അവധി വ്യാപാരം അവസാനിക്കുന്ന ദിവസമായിരുന്നിട്ട് കൂടി വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ വിപണിയിൽ പ്രകടമായിരുന്നുമില്ല. ഒരു സ്ഥായിയായ രീതിയിലുള്ള ഒരു നീക്കമാണ് ഇന്നലെ വിപണിയിൽ ഉണ്ടായത്. അത് തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വരും ദിവസങ്ങളിൽ വിപണിക്ക് പ്രയോജനകരമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പന ഇപ്പോഴും ഒരു ആശങ്ക തന്നെയാണ്. ഇന്നലെയും അവർ ഏതാണ്ട് 4000-ഓളം കോടി രൂപയുടെ വിൽപ്പനയാണ് വിപണിയിൽ നടത്തിയത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപമൊന്നും, ഒപ്പം തന്നെ ചെറുകിട നിക്ഷേപകർ വിപണി അനുകൂലമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് വിപണിയിൽ ഇന്നലെ ഒരു നേട്ടം ആവർത്തിക്കാൻ പ്രധാനപ്പെട്ട കാരണം. 23,500 എന്നുള്ള നിഫ്റ്റിയുടെ നിലവാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് തുടർച്ചയായി നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. താഴേക്കാണെങ്കിൽ 23,000 എന്ന നിലവാരം തന്നെയായിരിക്കും അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. ആഗോള സാഹചര്യങ്ങൾ ഇന്നലെ US വിപണിയിൽ നഷ്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണിയിൽ പലതും നഷ്ടമായതുകൊണ്ട് തന്നെ ഇവിടെ നേരിയ നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും ആഭ്യന്തര തലത്തിൽ വിപണിയെ സ്വാധീനിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. നാളിതുവരെ പുറത്തു വന്ന പ്രവർത്തന ഫലങ്ങൾ മികച്ചവ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ബാങ്കിങ് മേഖലയിലെ ആക്സിസ് ബാങ്കിന്റെ എല്ലാം പ്രവർത്തന ഫലങ്ങൾ താരതമ്യേന മെച്ചപ്പെട്ടത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അതിന്റെ ഒരു അനുകൂലമായ ഒരു സമീപനം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം. ഇന്നെന്തായാലും കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയ നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക.